ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ പേര് പെണ്ണ് ആ സോങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻസിനകത്ത് കൂടുതലും ഗൗരി പുരുഷന്മാരെ ഇഷ്ടമില്ല ആ ഒരു രീതിയിലൊക്കെ വരുന്ന കമൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ ആകപ്പാടെ ഞാൻ സംസാരിക്കുന്ന 3-4 പേര് പുരുഷന്മാരാണ്. എനിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഒരു കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്. ഒരിക്കലും പുരുഷ വിരോധിയല്ല. എനിക്ക് ഭയങ്കര നല്ല ആണുങ്ങളുള്ള ആളാ ജീവിതത്തിൽ, ഭയങ്കര കംഫർട്ട് തന്നിട്ടുള്ള. അതപ്പോൾ എനിക്കത് പുരുഷ വിരോധം വേറെ ആരെ വിളിച്ചാലും എന്നെ വിളിക്കരുത്. എനിക്ക് കുറച്ച് സമാധാനം തന്നിട്ടുള്ളത് അവരാണ്. അതെ അതെ, എനിക്ക് പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നല്ല, പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ ഉപദ്രവങ്ങളിൽ തന്നെ തിരിച്ചു പോകുന്ന പിന്നുള്ള വഴിയിൽ എൻ്റെ കൂടെ നിന്ന് അത് ഹീൽ ചെയ്തിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്. അപ്പം എനിക്കത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എനിക്ക് അത്രയും നല്ല മെൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഒരിക്കലും പുരുഷന്മാരെ മോശമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ അതിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു ജെൻഡറിൻ്റെ അഗേൻസ്റ്റ് അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നത്. അത് ഒരാൾക്ക് തട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനിരുന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അവരിരുന്ന് പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് കിടന്ന് ട്രിഗേർഡ് ആവുന്നുള്ളത്, ഇറ്റ്സ് ഹിസ് ഓർ ഹെർ പ്രോബ്ലം. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ തന്നെ കുറേ ഓപ്പോസിറ്റായിട്ടും ആളുകൾ പാരഡിയൊക്കെ ഇതിനകത്ത് ഇറക്കി, എൻ്റെ പേര് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു സോങ് വരുന്നുണ്ടായിരിക്കുമോ ഗൗരിയുടെ സൈഡിൽ നിന്ന്? എൻ്റെ സൈഡ് ഞാൻ എന്തിനാ ചെയ്യണേ? എനിക്ക് ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ആണുങ്ങൾക്ക് അറിയാമെങ്കിൽ അവർ പാട്ടിറങ്ങിക്കോട്ടെ. എനിക്കിപ്പം റൈറ്റ് നൗ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇറക്കുന്നില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുന്നു, അവർക്കറിയാവുന്ന കാര്യം അവർ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു കമൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്സ് ഒക്കെ ആ ഒരു രീതിയിൽ പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ബുള്ളീസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പം ഈ കവലകളിലൊക്കെ നിന്നിട്ട് ഭയങ്കര മോശമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴേക്കും സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരാൾ തന്നെ, പുള്ളിയുടെ വീട്ടിലെ ഒരു സംഭവം നാട്ടിൽ ഫുള്ള് പാട്ടായിട്ട് ഈ പുള്ളി എപ്പോൾ ചെറുതായിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുറത്തിറങ്ങിയാലും നാട്ടുകാർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് അതിനുള്ള കമൻട്രി കേട്ടുകൊണ്ടിരിക്കണം, പോകുമ്പോഴും വരുമ്പോഴൊക്കെ. ഇപ്പോൾ അത് കുറച്ചുകൂടെ വലുതായിട്ട് ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ആളുകളും 1000 ആളുകളും അതിൽ 10,000 ആളുകളൊക്കെ ചുറ്റും കൂടി നിന്നിട്ട് ചീത്ത വിളിക്കുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. അത്രേ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. അവരവരുടെ കാര്യം അവിടെ പറട്ടെ, നമ്മുടെ കാര്യമായിട്ട് പോവാ, അത്രേ ഉള്ളൂ. സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ പറയുന്ന പോലെ K-pop സോങ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ്. ഡാൻസും ഇതും കൂടെ ഒരു കവറായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഒരു നാട്ടിലോട്ട് അത് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഗൗരിയാണെന്ന്. അപ്പോൾ ആ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു? എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയത്. ഞാൻ പുറത്ത് ഒരുപാട് പാട്ടിൽ കാണുകയും ലൈക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഷോസൊക്കെ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള അവിടെ നിന്ന് തന്നെ എനിക്ക് പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലോ, കുറച്ച് ഡാൻസൊക്കെ കളിക്കാറാണെങ്കിൽ പിന്നെ അതും കൂടെ ചെയ്യാൻ നോക്കിയാലോ എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ കോവിഡാണ്, 2019 or 20 എന്തോ ആണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അത് കൂടുതൽ ഇലാബറേറ്റായി. ആദ്യം ഒരു 4 പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മറ്റേ മെജോറിറ്റി ഓഫ് ദ സോങ്സ് ഡാൻസ് ഉള്ള രീതിയിലോട്ട് അത് കൊറിയോഗ്രാഫി ചെയ്ത് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം അപ്പ് ചെയ്തപ്പോഴേക്ക്? ഓഡിയൻസ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? റിയാക്ഷൻക്ക് ആദ്യം നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവർ ശരിക്കും പാടുകയാണോ, ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റുക? ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റും, ലിപ്പ് ചെയ്യുന്നതായിരിക്കും, ബാക്കിൽ പ്ലസ് ആയിരിക്കും, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഡാൻസ് കളിച്ചുകൊണ്ട് പാടുമ്പോൾ നമുക്ക് അനങ്ങാണ്ട് നിന്ന് പാടുന്ന പോലെ പാടാൻ പറ്റില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ബ്രീത്തിങ് ഇഷ്യൂ. അപ്പോൾ അതൊക്കെ എന്ത് നിങ്ങൾ ചെയ്യണത്, എന്ത് സംഭവം എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പക്ഷെ എനിക്കൊന്ന് നല്ല കാര്യമാണ്. അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലൊരു സന്തോഷമുള്ളൂ. ഈ സിംഗിൾ ഷോട്ട് വീഡിയോസ് കണ്ടിരുന്നു, അത് ഒട്ടും ഈസി അല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഈ സിംഗിൾ ഷോട്ട് അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ BTS എങ്ങനെയായിരുന്നു? എത്ര ദിവസത്തെ പ്രാക്ടീസസ്? ദിവസമൊന്നുമില്ല, ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതെ, ഒരു ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ എത്ര ടേക്കിലാണ് നിങ്ങളത് പോകുന്നത്? കുറേ ഉണ്ടാവും. എനിക്കൊന്ന് മറ്റേ മയിലിരകെ മറ്റേ വാടാ പെയ്യായിക്കോട്ടെ ട്രാക്ക് നമ്മൾ ചെയ്തായിരുന്നു. അത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങിയിട്ട് ഹാള് വഴി സ്റ്റുഡിയോ എത്തും, അതാണ് ട്രാക്ക്. അപ്പോൾ അത് നമ്മളൊരു രാവിലെ മുതൽ തുടങ്ങും,
ഇവിടെ നിന്ന് എങ്ങനെ ഇത് ബാക്കിൽ നിങ്ങൾ അത് ചെയ്ത് ചെയ്യുക. അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ ആൾ കാണാൻ പാടില്ല, എളുപ്പത്തേക്ക് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ മുതൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ കുറച്ച് പ്രാവശ്യം ചെയ്ത് വേർത്ത് ക്ഷീണിച്ച് പിന്നെ ചായ ഓടിച്ചിട്ട് ഫൈനൽ ടേക്ക് എടുക്കും. ഈ ടേക്സിലൂടെ തന്നെയാണല്ലേ നിങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത്? ടേക്സ് ഒഴിക്കോ, ഇത് ഇവിടെ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടില്ല, ഇത് മാറ്റണം. അപ്പം അങ്ങനെ ആണ് ചെയ്യുക ഒരു ദിവസം. അതെ, ഞാൻ ഇങ്ങനെ കൂടുതൽ ആ ഒരു സിംഗിൾ ഷോട്ടിന് ഇത്ര കാര്യമായിട്ട് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഔട്ട് സൈഡ് നിന്ന് ചെയ്യുന്ന പോലെ അല്ല, ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പേസിന്റെ ഇഷ്യൂസ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അത് പക്ഷേ രസമാണ് ചെയ്യാൻ, കുറച്ച് പണിയാണ് പക്ഷേ രസമാണ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ അതുപോലെ ഈ സ്റ്റേജ് ഷോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് എനർജി വേണമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ അണച്ചു പോയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? യൂഷ്വലി ഈ അറ്റൻഷൻ ആവാറുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ? മനുഷ്യനല്ലേ, അത് കിതയ്ക്കും, ചിലപ്പം ശ്വാസം കിട്ടാണ്ട് ചിലപ്പം ഒരു വാക്ക് വിഴുങ്ങിപ്പോവും, ചിലപ്പോൾ ചുമയ്ക്കും. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യം. നമ്മളെന്തോ അമാനുഷിക ശക്തിയാണെന്ന് വിചാരിക്കുകയാണ്, നമ്മൾ മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചെങ്കിൽ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ടെൻഷനൊന്നും ആവാറില്ല. ഞാൻ വീണിട്ടൊക്കെ ഉണ്ട് സ്റ്റേജിൽ കളിക്കുന്നതിനിടയ്ക്ക്, ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം പുറകോട്ട് വീഴും. ഏത് പ്രോഗ്രാമിലായിരുന്നു? ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം കൂട്ടിയിടിക്കും, ഇത്രയും പേര് സ്റ്റേജിൽ കൂട്ടിയിടിക്കും, ഒരാളെ കൂടി മാറിപ്പോവും, മൈക്ക് ചിലപ്പം പറഞ്ഞ ലിറിക്സ് മറന്നു പോകുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം അതിനിടയ്ക്കുള്ള വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം 1.5 മണിക്കൂർ ഈ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഒന്നും വിഷയമല്ല. ആ സമയത്ത് നമ്മുടെ ഓഡിയൻസ് പറയുന്നത് അവർ ഫുൾ ഓൺ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് ഒരു വാക്ക് വിഴുങ്ങി പോയാൽ അവർക്ക് അവരും കൂടെ പാടിക്കൊണ്ടിരിക്കുക, അവർ അറിയത്തോലൊന്നും ഉണ്ടാവില്ല. അപ്പം അവർ സന്തോഷമായിട്ടിരിക്കുമെന്ന്, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് പുറത്തൊരാൾ കാണുമ്പം അയാൾക്കെന്ത് തോന്നുന്നൊന്നും എനിക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാനാണ്. അത് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് അത് പോകുന്നുണ്ട്. അതുപോലെ ഗൗരിയുടെ ഭക്തി ഗാനങ്ങളൊക്കെ അത് ലിസൺ ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. മാധവ മാമ അതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. അതൊന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? മാധവ മാമവ ദേവാ, മാധവ മാമവ ദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ. അടിപൊളി. എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിവോഷണൽ സോങ്സിലോട്ട് എത്തിയത്? ഞാൻ 3 വയസ്സ് മുതൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരാളാണ്. കുറച്ചാളെ ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതെല്ലാം ഇങ്ങനെയുള്ള പാട്ടുകളാണ്. അപ്പം അതിൽ ഭയങ്കര പ്രിയപ്പെട്ട സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ വേർഷൻസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഗൗരിയുടെ ഡിവോഷണൽ സോങ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഡിവോഷണൽ സോങ്സിന് തന്നെ ഒരു കൈൻഡ് ഓഫ് വസ്ത്രധാരണം വേണമെന്ന് ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അതായത് ഡിവോഷണൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന പോലെ ഡ്രസ്സ് ചെയ്യണം, ഭയങ്കര ദൈവികമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ബന്ധം? ദൈവികം എന്താന്നുള്ളത് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ദൈവം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെയാണ് നിക്കർ ഉണ്ടാക്കിയതും സാരി ഉണ്ടാക്കിയതും. അപ്പം സാരി എടുത്താലേ ദൈവികമാവുള്ളൂ, നിക്കറിട്ടാൽ ദൈവികമാവില്ലെന്ന് പറയുന്ന അത് ആളുകളുടെ ചിന്താഗതിയിൽ മാത്രം വരുന്ന സാധനമാണ്. ഭക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവോഷൻ എന്ന് പറയുന്നതാണെങ്കിലും, ഡിവോഷൻ ഇസ് ബേസിക്കലി പാഷൻ ഫോർ മീ. നമ്മൾ പെർട്ടിക്കുലർ സാധനത്തിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദൈവമായിട്ട് കണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പം അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അത് വേറൊരാൾക്കത് കണ്ടിട്ട് അയാൾക്കത് ശരിയല്ല എന്ന് തോന്നുമെങ്കിൽ അത് അയാളുടെ ഇറ്റ്സ് അബൌട്ട് ഹിസ് ഭക്തി അല്ലെങ്കിൽ ഹർ ഭക്തി. അയാളുടെ ഭക്തിയും അയാളുടെ ഡിവോഷനും വേറെന്തോ ഒരു സാധനമാണ്. അത് അയാളുടെ കൂടെ വെക്കേണ്ട സാധനമാണ്. അത് വേറൊരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇപ്പം നമ്മൾ പറയും പണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിസവും ഹിന്ദുസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ചാത്തനെയും നീലിനെയും ഒക്കെ ആരാധിച്ചിരുന്ന കള്ളും ഉണക്കമീനും ഒക്കെ കഴിക്കാൻ കൊടുത്തിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അന്ന് അതായിരുന്നു ദൈവികം. പിന്നെ അപ്പം ആർക്കും അതിനെക്കുറിച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഈ വേറെ കൾച്ചേഴ്സ് വന്നു, വേറെ ആളുകളൊക്കെ വന്ന് മിക്സായി. ഇപ്പം അമ്പലങ്ങളും ഇതും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന, കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന, ഇതൊന്നും പാടില്ലാത്ത ദൈവങ്ങളാണ് ഇപ്പം അമ്പലത്തിരിക്കുന്നത്. അപ്പം ഇത്
ആളുകൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള സാധനം. അപ്പോൾ അത്രയും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളാണ് വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് അവരുടെ ബോധമില്ലായ്മയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരാളുടെ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഒന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഔട്ട്ഫിറ്റ് മാത്രമല്ല, ഒരാളുടെ ഒന്നിനെയും വെച്ച് ഞാൻ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അയാൾ എവിടെ നിന്ന് വരുന്നത്, അയാളെങ്ങനെയാണ് വളർന്നത്, അയാൾ എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അയാൾ തലയ്ക്കകത്ത് നിന്ന് നടക്കുന്നത് അയാൾക്ക് പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ. അപ്പം ആരെയും നമ്മളൊന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ഗിവ് ഇറ്റ് സം ടൈം. വി ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. അയാളുടെ അടുത്ത് പോകണോ അയാളുടെ ദൂരെ നിൽക്കണോ എന്നൊക്കെയുള്ള നമ്മുടെ ഡിസിഷനാണ്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ആ ആൾ മോശമാണോ അല്ലയോ എന്ന് പറയാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.